നമസ്തേ. അഹാന കൃഷ്ണയുടെ അമ്മുമ്മയുടെ കാര്യമാണ്. മറ്റൊന്നുമല്ല, അഹാന കൃഷ്ണയുടെ അമ്മ സ്വന്തം അമ്മയെ നോക്കാത്തവളാണ് എന്നുള്ള ഒരു ഖ്യാതി കൂടി ഈ കുടുംബത്തിന് ഒരു ടാഗ് ലൈൻ കിട്ടിയിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കണേ. അച്ഛൻ മരിച്ചു, അമ്മ മാത്രമേ ഉള്ളൂ. എന്നാ ഒന്ന് ചെന്ന് നോക്കണ്ടേ? ഈ ചെന്ന് നോക്കാത്ത കാര്യം തൻവി ഘോഷ് എന്ന് പറയുന്ന അഹാന കൃഷ്ണയുടെ കസിൻ, അതായത് അമ്മയുടെ സഹോദരിയുടെ മകള് യൂട്യൂബ് വീഡിയോ ചെയ്തു. ഈ വീഡിയോ ചെയ്തതോടു കൂടിയാണ് ഈ വിഷയം മുഴുവൻ, അതായത് അഹാനയുടെ കുടുംബക്കാരെ മുഴുവനും നാട്ടുകാർ അറിയാൻ തുടങ്ങിയത്. ഈ നാട്ടുകാർ അറിയാൻ തുടങ്ങുമ്പോഴാണ് ഇതിൽ കുറച്ച് നമുക്ക് കുശുമ്പും കുന്നായ്മയൊക്കെ ഉണ്ട് എന്നുള്ള ഒരു കാര്യം കൂടി പുറത്തു വരുന്നത്. നമുക്കറിയാം, ഇവരൊക്കെ വ്ലോഗിങ് ചെയ്യുമ്പോൾ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും ഒക്കെ എടുത്തിടും. വളരെ രസകരമായിട്ടുള്ള ചില കുടുംബവിശേഷങ്ങളൊക്കെ കേൾക്കാനും കാണാനും വളരെ രസമാണ് കേട്ടോ, ചില കാര്യങ്ങളൊക്കെ. പക്ഷേ ഇത്തരത്തിലുള്ള ഈ വിഴുപ്പലക്കൽ ഇവിടെ വന്ന് ചെയ്യുമെന്നുള്ളത് ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്നുള്ളതാണ് വാസ്തവം. അത് നാട്ടുകാരും പ്രതീക്ഷിച്ചിട്ടില്ല. തൻവി ഘോഷ അങ്ങ് കാനഡയിലാണ്. കാനഡയിലിരുന്ന അമ്മുമ്മയുടെ ഒരു കാര്യം ആലോചിച്ചു. അതുകൊണ്ട് എന്നെ നോക്കാൻ ആരുമില്ല മക്കളെ, ഞാൻ ഒറ്റയ്ക്കാണെന്നുള്ള അമ്മുമ്മയുടെ പറച്ചില് കേട്ട പാതി കേൾക്കാത്ത പാതി. ഇവര് അവിടെ നിന്ന് ഇങ്ങ് പോന്നൂന്ന്. ഇവിടെ വന്നിട്ട് പിന്നെ ഇവര് ഒരു ഉഷാറായിട്ട് ഒരു വീഡിയോ ചെയ്തു. അയ്യോ, എന്റെ അമ്മുമ്മയെ നോക്കാൻ ആരുമില്ലേ, ആരും ചെല്ലാറില്ല, നോക്കാറില്ല, കഞ്ഞിവെള്ളം പോലും കുടിക്കാൻ കൊടുക്കാറില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ വീഡിയോ ചെയ്തതോടുകൂടി നമ്മുടെ അഹാന കൃഷ്ണയ്ക്ക് കുറച്ച് ക്ഷീണമായിപ്പോയി. എങ്ങനെയൊക്കെ ചെയ്യാമോ? ആ കുടുംബത്തിലെ എല്ലാവർക്കും ആളാം വീതം ചാനലുണ്ട് എന്നൊക്കെ ഓർക്കണ്ടേ? ഇതൊക്കെ ഓർക്കാണ്ടൊക്കെ തൻവി ഘോഷ് ഇങ്ങനെയൊക്കെ ചെയ്യാമോ? അതും തൻവി ഘോഷിനെ ഇങ്ങനെയൊക്കെ കൊണ്ടുവന്നത് ആരാ? ഈ അഹാന കൃഷ്ണയും കുടുംബം, അവരുടെ പേരിലാണ് അവർക്കൊരു പേരുണ്ടായത് തന്നെ. എന്നിട്ട് അഹാന കൃഷ്ണ തിരിച്ചൊരു വീഡിയോ ചെയ്തു. ഇതൊക്കെ എത്ര നാളെന്ന് വിചാരിച്ചിട്ടാ സഹിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ സഹിച്ചുകൊണ്ടിരിക്കുന്നതിനൊക്കെ ഒരു ലിമിറ്റില്. എന്റെ അമ്മുമ്മ കുറച്ച് പ്രശ്നക്കാരിയാണ്, വഴക്കാളിയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തലവേദനയാണ്. നമ്മളൊരു തലവേദന പിടിച്ച മുതലാണതെന്ന് പറയില്ലേ, അങ്ങനെയാണ് പറയുന്നത്. ഇവര് അപ്പൂപ്പന്റെ മരണത്തിന് ശേഷം ഈ വീടൊക്കെ ക്ലീൻ ചെയ്യാൻ പോയ കഥയൊക്കെ പറയുന്നുണ്ട് അഹാന കൃഷ്ണ. അപ്പോ ഒരു സാധനം അങ്ങോട്ടും ഇങ്ങോട്ടേക്കും മാറ്റില്ല. അമിതമായിട്ടുള്ള വൃത്തിഭ്രാന്താണെന്ന് പറയുന്നത്. ഇമ്മാതിരിയൊക്കെ വൃത്തിഭ്രാന്ത് ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കൊച്ചുമക്കൾ അവിടെ നിൽക്കും. കൊച്ചുമക്കളാകുമ്പോ, ഒരു വീടാകുമ്പോ കുറെ സാധനം അവിടെ കിടക്കും, കുറെ സാധനം ഇവിടെ കിടക്കും. ചിലപ്പോ അത് എടുത്തു വെക്കും, കുറച്ച് കഴിയുമ്പോ അവര് തന്നെ അത് വലിച്ച് താഴെ ഇടും. അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. എല്ലാം അതുപോലെ തന്നെ ഇരിക്കുമെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പോ അഹാന കൃഷ്ണ പറഞ്ഞു, എന്റെ അമ്മമ്മയ്ക്ക് കുറച്ച് വൃത്തിഭ്രാന്തൊക്കെ ഉണ്ട്. മാത്രമല്ല അത്യാവശ്യം നല്ല വഴക്കാളിയാണ്. അങ്ങനെ നല്ല സ്വഭാവ ഗുണമുള്ളതുകൊണ്ട് അമ്മമ്മയെ നോക്കാനായിട്ട് ഹോം നേഴ്സിനെ ഏൽപ്പിച്ചു. ഈ ഹോം നേഴ്സിനെ ഏൽപ്പിച്ചു എന്ന് പറയുന്നിടത്ത് ഒരു കാര്യമുണ്ട്. വന്ന ഒരു ഹോം നേഴ്സും മര്യാദയ്ക്ക് നിന്നിട്ട് പോയിട്ടില്ല. എല്ലാവരും കൂടും കുടുക്കെടുത്തോണ്ട് അപ്പൊ തന്നെ സ്ഥലം വിടും. അത്ര നല്ല സ്വഭാവമാണെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ആയതിന്റെ ഈ മൊത്തത്തിൽ ഒരു വിശേഷം. ഈ വിശേഷം പങ്കുവെക്കുന്നതൊക്കെ ഭയങ്കര രസമാണ്. നമ്മളെ ഈ പൈപ്പിൻ ചോട്ടിലും കിണറ്റിൻ ചോട്ടിലും മീൻ വെട്ടാനിരിക്കുമ്പോഴും ഒക്കെ ഇങ്ങനെ ഒരു അവളെ അവൾ ആ തളേനെ ഒട്ടും നോക്കൂല എന്നൊക്കെ പറയില്ലേ, ആ തരത്തിലുള്ള കുശുമ്പും കുന്നേമയും പറച്ചിലാണ്. എന്നാ പിന്നെ ഈ വീട്ടിലെ കലഹം തീർക്കാനായിട്ട് ഇങ്ങോട്ട് പബ്ലിക് സ്പേസിലേക്ക് ഇറങ്ങി വരാതിരിക്കും. ഉം എല്ലാം ഭയങ്കര ഫേമസ് ആൾക്കാരാണ്. പക്ഷെ ഇതൊക്കെ കൊണ്ടുവന്ന് പരസ്യമായിട്ട് ഇങ്ങനെ തൂത്ത് തുടച്ച് കുടഞ്ഞ് അയലേക്ക് അങ്ങ് ഇട്ടേക്കും. നിങ്ങൾക്ക് വേണ്ടതൊക്കെ ഇതിൽ നിന്ന് വായിച്ചെടുത്തോ. ഇതാണ് ലൈഫ്. വെറുതെ പറഞ്ഞതല്ല. അപ്പോ നമ്മൾ വിചാരിക്കും, ഇവര് എന്തിനാണ് ഇപ്പോ ഇതൊക്കെ വന്ന് പറയുന്നത്? കണ്ട, തൻവി ഘോഷ് ചെയ്ത വീഡിയോ കഴിഞ്ഞപ്പോ തന്നെ അഹാന കൃഷ്ണന്റെ സത്യം തെളിയിക്കാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്തു. അങ്ങനെ വിചാരിക്കരുതാരും. അങ്ങനെ വിചാരിച്ച തെറ്റിപ്പോയി. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ ഇട്ടല്ലോ, ഈ വീഡിയോ ഏതാണ്ട് ഒരു ദിവസം കൊണ്ട് ഒരു 100K ഒക്കെ കേറൂലോ. അപ്പോ അഹാന കൃഷ്ണയുടെ ഒരു അത്യാവശ്യം നല്ല റീച്ച് കിട്ടുമല്ലോ. അല്ലാതെ തന്നെ റീച്ച് ഉണ്ട് കേട്ടോ. അല്ലാതെ റീച്ച് ഉണ്ട് ഇല്ല എന്നൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ലേ. കുടുംബത്തിലെ എല്ലാവർക്കും നല്ല റീച്ച് ഉള്ള ചാനലുകളൊക്കെ ഉള്ളതാണ്. തൻവി ഘോഷിനും കാണണമല്ലോ. അപ്പോ അഹാന കൃഷ്ണയായാലും തൻവി ഘോഷായാലും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരും.
ആയിട്ട് വരും. വന്നിട്ട് ഇവര് വളരെ രസകരമായിട്ട് പറയും. രസകരമായിട്ട് ഇവരിത് പറയുമ്പോ നമ്മളിങ്ങനെ വായില് വെള്ളം ഒലിപ്പിച്ച് എന്ന് പറഞ്ഞിട്ട് ഇതും കേട്ടിരിക്കും. ഇതാണ് ഇപ്പോഴത്തെ മലയാളികളുടെ പ്രധാനപ്പെട്ട ഒരു തൊഴിലെന്ന് പറയുന്നത്. ജോലി ചെയ്യണതിനിടയില് ഇത് കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ട് ചെയ്യുന്ന ബഹുമിടുക്കരുള്ള നാടാണ് നമ്മുടെ ഈ കൊച്ചു കേരളം. ഉം. ഇനി കൊച്ചു കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോയിരിക്കുന്ന മലയാളി ആയാലും മലയാളിയല്ലേ ഇതേ സ്വഭാവം കാണിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ ഇവർക്ക് പണം കിട്ടും, ഇവർക്ക് റീച്ച് കിട്ടും, ഇവർ പോകുന്ന വഴി മുഴുവൻ ആള് കൂടും. ഇനി ആളെ കൂട്ടാനുള്ള വഴികൾ ഇവർക്കറിയാം. ഇതിപ്പോ ഒരുവിധപ്പെട്ട എല്ലാ യൂട്യൂബേഴ്സിന്റെ കാര്യമായിട്ടാ പറയണേ. അതായത് ഫേമസ് ആയിട്ടുള്ള യൂട്യൂബേഴ്സ്, സോറി യൂട്യൂബേഴ്സ് അല്ലല്ലോ, ഇൻഫ്ലുവൻസേഴ്സ് കേട്ടോ, തിരുത്തിയിരിക്കുന്നു. അപ്പൊ ഇവരെല്ലാം ഇൻഫ്ലുവൻസേഴ്സ് ആണ്. അപ്പൊ ഇവരൊക്കെ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അവര് വരുന്നതും പോകുന്നതും ഒക്കെ നാടും നാട്ടാരും ഒക്കെ അറിയും. അവരൊന്ന് തുമ്മിയ അപ്പ അറിയും. അവരൊരു സാരി ഉടുത്ത അപ്പൊ അതിന്റെ കളറും ആ കളർ എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് വരെ നമ്മളിവിടെ റിസർച്ച് നടത്തി കണ്ടുപിടിച്ചിരിക്കും. അങ്ങനെയുള്ള ആളുകൾ ഉള്ളത് കൊണ്ട് അവർക്ക് സുഖമായിട്ട് ജീവിക്കാൻ പറ്റും. കാരണം യൂട്യൂബിൽ നിന്ന് നല്ല വരുമാനം കിട്ടും. അപ്പൊ അവരുടെ അക്കൗണ്ടിലേക്ക് അത് വരുമ്പോ അവർക്ക് ആഹാ സന്തോഷം. പോയാൽ ഇപ്പൊ എന്ത് പോയി? അമ്മുമ്മേനെ കുറച്ച് കുറ്റം പറഞ്ഞു. നമ്മുടെ കുടുംബത്തെ വിശേഷം ഇതാണെന്ന് പറഞ്ഞു. പൈസ കിട്ടിയ എന്താ പുളിക്കോ? പുളിക്കൊന്നുമില്ലല്ലോ. അത്രേ ഉള്ളൂ കാര്യം. അപ്പൊ അഹാന കൃഷ്ണയും തൻവി ഘോഷും കൂടി സോഷ്യൽ മീഡിയയിൽ കിടന്ന് അടികൂടിയാലും എന്താണെന്ന് ചോദിച്ചാൽ ഈ നമ്മൾ പറഞ്ഞതുപോലെ വായിൽ വെള്ളം ഒലിപ്പിച്ച് ഇങ്ങനെയൊക്കെ കിടന്ന് കണ്ട ഇത് നമ്മുടെ വീട്ടിൽ മാത്രമല്ലട്ടാ, അവിടുത്തെ വീട്ടിലും കൂടി ഇങ്ങനെയൊക്കെ സംഭവിക്കണം, ഇവരുടെയൊക്കെ വീട്ടിൽ ഇതൊക്കെ സംഭവിക്കും, എന്ത് കഷ്ടാണല്ലേ, ഇതിലും ഭേദം നമ്മളാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന മലയാളീസ് ഉള്ളിടത്തോളം കാലം ഇവർക്കൊക്കെ ഇതും കണ്ടന്റ് ആണ്. ഇതും ഒരു കണ്ടന്റ് ആയിട്ട് ഇവർ ചെയ്തുകൊണ്ടേയിരിക്കും. ഇതെല്ലാം കേട്ട് വീണ്ടും നമ്മൾ സംപൂജ്യരായിട്ട് ഇരിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ, കൂടാതെ നിങ്ങൾക്ക് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ അമ്മച്ചി പറയുന്ന വീഡിയോയ്ക്ക് താഴെ വന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്.